നമസ്കാരം. കരിയർ കാൽക്കുലസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 പാർട്ടുകളിലായിട്ട് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന സെക്ഷനിലെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അത് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനിക്കും ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെ ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തു പോകുന്നത്. ഇതിന് ശേഷം നമ്മൾ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് ഈ ടോപ്പിക്ക് കഴിയുമ്പോൾ ഒരു 2-3 പാർട്ടായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ മാത്രമായിട്ടൊരു സെഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ സെഷനാണ്. അപ്പോൾ കഴിഞ്ഞ 2 സെഷനിലും ഞാൻ നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ സെഷനിൽ നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n into n plus 1/2, പിന്നെ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് n സ്ക്വയർ, സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് n into n plus 1. ഇത് ആദ്യത്തെ ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തു. പിന്നെ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തന്നെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n into n plus 1 into 2n plus 1/6. അതുപോലെ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n into n plus 1/2 ദ ഹോൾ സ്ക്വയർ. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ n ടേംസിൻ്റെ സം കണ്ടതിന് ശേഷം അതിനെ സ്ക്വയർ ചെയ്താൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സം കിട്ടുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അത് കഴിഞ്ഞടുത്ത് നമ്മൾ നോക്കിയത് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകളാണ്. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടെ ചേരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അഖണ്ഡ സംഖ്യകളുടെ ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n into n minus 1/2 ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n into n plus 1/2. അഖണ്ഡ സംഖ്യ ആകുമ്പോൾ ഒന്ന് കുറവ്, ഒരു നമ്പർ 0 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ 45 എന്നൊക്കെ പറഞ്ഞാൽ 44 നമ്പേഴ്സ് ആക്ച്വലി ഇവിടെ ഉണ്ടാവുള്ളൂ. കാര്യം 0 to 44 ആണ്. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ 45. അപ്പോൾ ഒന്ന് കുറവാണ്. അതുകൊണ്ട് n into n minus 1/2 എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടത് പ്രൈം നമ്പേഴ്സ് അല്ലെ, പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും ആണ്. അതുപോലെ തന്നെ അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞാൽ 0 ആയിരിക്കും. കാര്യം 0 ഉള്ളത് കൊണ്ട് 0 into ഏത് നമ്പർ ചെയ്താലും 0 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഇത്ര അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം പ്രോഡക്റ്റ് ചോദിക്കുകയാണെങ്കിൽ 0 ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളും കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യസംഖ്യകളുമാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഭാജ്യം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയുന്നതാണ്, അഭാജ്യം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തതാണ്. 2 ഫാക്ടേഴ്സ് ഘടകങ്ങൾ മാത്രമുള്ളവയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉള്ളവയാണ് നമ്മൾ ഭാജ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കുന്നത്. പിന്നെ 100 വരെയുള്ള 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ കണ്ടു. അതിൻ്റെ എണ്ണം ഓർക്കാനായിട്ട് നമ്മളൊരു കോഡ് സെറ്റ് ചെയ്തിരുന്നു അല്ലേ. ഓക്കെ, നമ്മളവിടെ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്തിരുന്നു. അതായത് ഒരു ഫോൺ നമ്പർ പോലെ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. 44 22 322 321 അല്ലേ. ഇത് ഇതിൻ്റെ എണ്ണമാണ്. ഇവിടെ 4 അല്ലേ, 4 4 2 2 3 2 2 3 2 1. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ ഓർത്തു വെച്ചത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. പിന്നെ അതുപോലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം അഭാജ്യ സംഖ്യകൾ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തേക്ക് നമുക്ക് അറിയാം 2 3
5, 7 ഒക്കെ അറിയാം. പക്ഷേ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ വേണ്ടി 6ന്റെ ഗുണിതത്തിനെ ഓർക്കാൻ പറഞ്ഞു. 6ന്റെ മൾട്ടിപ്പിളിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിരിക്കും പ്രൈം നമ്പേഴ്സ് കൂടുതലായിട്ടും കാണുന്നത്. ആ ഒരു ഷോർട്ട് കട്ടും കണ്ടു. ഇനി നമ്മൾ ഇതിലൊരു പ്രോബ്ലം കഴിഞ്ഞ നമുക്ക് മുന്നേ ഒരു എക്സാമിന് ചോദിച്ച ഒരു പ്രോബ്ലമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം? നോക്കൂ, 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ അല്ലെ. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ കൗണ്ട് എത്രയാ? ടോട്ടല് 20 സംഖ്യകളുണ്ട്. അപ്പൊ 20ൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? നമുക്കറിയാം 1 മുതൽ 10 വരെ 4 എണ്ണം ഉണ്ട്, 10 മുതൽ 20 വരെ 4 എണ്ണം ഉണ്ട് അല്ലെ. സോ 8 അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പൊ ആ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 20ൽ 8 എണ്ണം 20ൽ അല്ലെ. 8/20 8/20 ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 1 മുതൽ 20 വരെ ടോട്ടൽ 20 സംഖ്യകളുണ്ട്. അതിൽ 8 അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഫ്രാക്ഷൻ പോലെ എഴുതുകയാണെങ്കിൽ 8/20. ഓക്കെ. ഇനി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോപ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 സംഖ്യകൾ 2 നമ്പേഴ്സ് എടുത്താൽ അവർ കോപ്രൈം ആണോ എന്ന് എപ്പോ പറയാം? എന്താണ് കോപ്രൈം? കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സംഖ്യകളുടെ ഉസാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? HCF അല്ലെ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. HCF അഥവാ ഉത്തമ സാധാരണ ഘടകം. HCF 1 ആണെങ്കിൽ, അതായത് നമ്മൾ ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുത്തു എന്ന് വയ്ക്കുക. ഇപ്പൊ ഞാൻ 2ഉം 3ഉം എടുത്തു. 2ന്റെ ഫാക്ടേഴ്സ് എനിക്കറിയാം 1ഉം 2ഉം ആണ് 2ന്റെ ഫാക്ടേഴ്സ് അല്ലെ. 1ഉം 2ഉം ആണ് 2ന്റെ ഫാക്ടേഴ്സ്. ഇനി 3യുടെ ഫാക്ടേഴ്സ് എനിക്കറിയാം 1ഉം 3ഉം ആണ്. അപ്പൊ ഇവരുടെ ഫാക്ടേഴ്സിനെ ഞാൻ നോക്കുമ്പോൾ 2 പേർക്കും വരുന്ന ഫാക്ടർ 1 ആണ്. അതായത് ഇവരുടെ HCF 1 ആണ്. കോമൺ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്. സോ ഇങ്ങനെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആവുന്ന പെയർ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു വേറൊരു കോപ്രൈം നമ്പർ, ഇതൊരു 8ഉം 9ഉം എടുത്തു. അപ്പൊ 8ന്റെ ഫാക്ടേഴ്സ് എനിക്കറിയാം. 8ന്റെ ഫാക്ടേഴ്സ് നോക്കുക, 1, 2, 4, 8. ഓക്കെ. ഇനി 9ന്റെ ഫാക്ടേഴ്സ് ആണെങ്കിലോ, 9ന്റെ ഫാക്ടേഴ്സ് ഇവിടെ താഴോട്ട് എഴുതാം. 1, 3, 9 അല്ലെ. അപ്പോ 8ന്റെ ഫാക്ടേഴ്സ് 1, 2, 4, 9 ആണ്. 9ന്റെ ഫാക്ടേഴ്സ് ആണെങ്കിൽ 1, 3, 9. അതായത് ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഇവരെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അതായത് പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ശിഷ്ടം വരാതെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാം, അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 8നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 8 പ്രാവശ്യം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4 പ്രാവശ്യം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2 പ്രാവശ്യം, 8 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം 1 പ്രാവശ്യം. അപ്പൊ ഇതെല്ലാം 8ന്റെ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ 9നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ 9ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 3, 9. അപ്പൊ ഇനി ഇവരുടെ ഘടകങ്ങളിലേക്ക് ഒന്ന് നോക്കുക. കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ HCF എന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെ HCF 1 വരുന്ന പെയർ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ ഈ ഓർത്തിരിക്കേണ്ട അതിൽ നോക്കിയാൽ അറിയാം, 2 അഭാജ്യ സംഖ്യകൾ എല്ലായ്പ്പോഴും കോപ്രൈം ആയിരിക്കും. ഏത് 2 അഭാജ്യ സംഖ്യകൾ എടുക്കുക, അവരെ തമ്മിൽ നോക്കുക, അവർ കോപ്രൈം ആണ്. എന്തുകൊണ്ടാ? ഒരു സംഖ്യയെ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കണമെങ്കിൽ ആ സംഖ്യക്ക് 1ഉം ആ സംഖ്യയും മാത്രമേ ഫാക്ടർ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാ അഭാജ്യ സംഖ്യകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പൊ ഏത് 2 അഭാജ്യ സംഖ്യ എടുത്താലും അവരുടെ കോമൺ ഫാക്ടർ 1 മാത്രമല്ലേ കാണത്തുള്ളൂ. സോ ഏത് 2 അഭാജ്യ സംഖ്യ, ഏത് 2 പ്രൈം നമ്പേഴ്സ് എടുത്താലും അവര് കോപ്രൈം ആയിരിക്കും അല്ലെ. കോപ്രൈം ആയിരിക്കും. നമ്മൾ ഏത് വേണോ എടുത്തോളൂ. ഇപ്പം 3ഉം 7ഉം എടുത്തു. 3ഉം 7ഉം എടുത്താൽ അവർക്ക് പൊതുവായിട്ടുള്ള ഘടകം 1 മാത്രമേ ഉള്ളൂ അല്ലെ. ഇനി 7ഉം 13ഉം എടുത്തു, അല്ലെങ്കിൽ 3ഉം 13ഉം എടുത്തു. ഏത് 2 പ്രൈം നമ്പേഴ്സ് എടുത്താലും അവർ കോപ്രൈം ആയിരിക്കും. അവർക്ക് HCF 1 ആയിരിക്കും. ഇനി അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകൾ, അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകൾ കോപ്രൈം ആണ്. അടുത്തടുത്ത് വരണം, കണ്ടീഷനുണ്ട്.
എണ്ണൽ സംഖ്യകളാകുമ്പോൾ അടുത്തടുത്ത് വരണം. ഇപ്പൊ നോക്കാം, 8ഉം 9ഉം കോപ്രൈമാണ്, 9ഉം 10ഉം കോപ്രൈമാണ്. ഈ 8ഉം 9ഉം നമ്മൾ ഇൻഡിവിജ്വലി എടുക്കുകയാണെങ്കിൽ അവർ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്, അവർക്ക് മോർ ദാൻ 1 ഫാക്ടർ ഉണ്ട്. പക്ഷെ അവരെ ഒരുമിച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും വരുന്ന കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ. അടുത്തടുത്ത് വരുന്ന 2 എണ്ണൽ സംഖ്യകൾ, അടുത്തടുത്ത് വരുന്ന 2 നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ 9ഉം 10ഉം അവർക്ക് കോമൺ ആയിട്ട് എന്തേ ഉള്ളൂ, 1 മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവര് കോപ്രൈമാണ്. അപ്പൊ എണ്ണൽ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ അടുത്തടുത്തുള്ളവരായിരിക്കണം, കോപ്രൈം ആവണമെങ്കിൽ അടുത്തടുത്തുള്ളവരായിരിക്കണം. ഇനി അഭാജ്യ സംഖ്യകളാണെങ്കിലോ ഏത് 2 അഭാജ്യ സംഖ്യകൾ എടുത്താലും അവര് കോപ്രൈം ആയിരിക്കും. അവർ അടുത്തടുത്ത് വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. കാര്യം അഭാജ്യ സംഖ്യകൾക്ക് ആകെ 2 ഫാക്ടറേ ഉള്ളൂ. അതിൽ ഒന്ന് 1 ആണ്, മറ്റേത് ആ നമ്പർ തന്നെയാണ്. അപ്പൊ അവരെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് നോക്കിയാൽ അത് 1 മാത്രമേ കാണത്തുള്ളൂ. ഇനി 1 ഏതൊരു സംഖ്യയുമായും കോപ്രൈമാണ്. 1ന്റെ ഫാക്ടർ 1 തന്നെയാണ്. അപ്പൊ ഒന്നിനെ ഏതൊരു സംഖ്യയായിട്ട് എടുത്തു നോക്കിയാലും 1 ഏതൊരു സംഖ്യയുമായിട്ടും കോപ്രൈമാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് നമ്പർ നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ കുറെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നോക്കി വരികയാണ്, കോപ്രൈം വരെ എത്തി. ഇനി അടുത്ത ടൈപ്പ് ഓഫ് നമ്പർ നോക്കാം. അടുത്തത് പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ എന്ന് കേട്ടുകൊണ്ട് പൂർണ്ണസംഖ്യ എന്ന് വിചാരിക്കരുത്. പൂർണ്ണസംഖ്യയുടെ ഇംഗ്ലീഷ് ഇൻഡിജേഴ്സ് ആണ്. പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ മലയാളത്തില് അനഘസംഖ്യ അഥവാ പരിപൂർണ സംഖ്യ എന്നാണ് പറയുന്നത്. ഈ അടുത്തിടയ്ക്കായിട്ട് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കയറി വരുന്ന ഒരു ഭാഗമാണ് പെർഫെക്റ്റ് നമ്പർ അഥവാ അനഘസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മലയാളം എന്താണ്? അനഘസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ. ഓക്കെ, പരിപൂർണ സംഖ്യ. എന്താണ് ഒരു പെർഫെക്റ്റ് നമ്പർ എന്ന് നോക്കാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ ഓർത്ത് വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ ഒരു 3-4 പെർഫെക്റ്റ് നമ്പേഴ്സ് കാണാതെ പഠിച്ചാൽ മതി. അതായത് ഞാനിപ്പോൾ 6 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. 6 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. ഈ 6ന്റെ ഫാക്ടേഴ്സിനെ ഞാനൊന്ന് എഴുതുകയാണേ. 6ന്റെ ഫാക്ടേഴ്സ് 1 6ന്റെ ഫാക്ടറാണ്, 2 6ന്റെ ഫാക്ടറാണ്, 3 6ന്റെ ഫാക്ടറാണ്, 6ഉം 6ന്റെ ഫാക്ടറാണ് അല്ലേ. അപ്പൊ ഇതിൽ ഈ 6നെ ഞാനങ്ങ് മാറ്റിവെച്ചു. 6നെ ഞാനങ്ങ് മാറ്റിവെച്ചു. അതായത് ആ നമ്പറിനെ അങ്ങ് മാറ്റി. ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്ത് നോക്കുകയാണ്. 1 + 2 + 3. എന്താ പ്രത്യേകത? 1 + 2 3 ആണ്, 3 + 3 6. അതായത് ആ നമ്പർ ഒഴികെയുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സ് കൂട്ടിയപ്പോൾ എനിക്ക് ആ നമ്പർ തന്നെ കിട്ടി. ഇങ്ങനെ വരുന്ന നമ്പേഴ്സ്, അതായത് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിനെ എടുക്കുക, എന്നിട്ട് ആ നമ്പറിന് ഒരു നമ്പർ അതിന്റെ തന്നെ ഫാക്ടറാണ്. സോ ആ നമ്പറിനെ അങ്ങ് മാറ്റി ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഞാൻ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? ഈ നമ്പർ തന്നെ കിട്ടണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ അനഘസംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അനഘസംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ. അപ്പൊ മലയാളത്തിൽ അനഘസംഖ്യ എന്ന് പറയും, പരിപൂർണ സംഖ്യ. ഓക്കെ, പരിപൂർണ സംഖ്യ എന്നും പറയും. ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് നമ്പർ. അപ്പൊ 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണല്ലോ. ഇനി എങ്ങനെ മനസ്സിലായി 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്? അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇക്വേഷൻ. 2 raised to p minus 1 into 2 raised to p minus 1. ഇത് ഇങ്ങനെയാണ് വരുന്നത്. 2 raised to 2ന്റെ പവർ ആയിട്ട് p minus 1 into അടുത്ത് 2 raised to p, ഇനി ഇവിടെ താഴെ -1. ഇതാണ് അനഘസംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അനഘസംഖ്യ ആദ്യത്തെ ഒരു 3-4 അനഘസംഖ്യ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. 6 ഒരു അനഘസംഖ്യയാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ പി എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പർ ആണ്. നമുക്ക് ഈ പിയുടെ ഏറ്റവും ചെറിയ വാല്യൂ എന്താണ് നമുക്കറിയാം. പിയുടെ ഏറ്റവും ചെറിയ വാല്യൂ 2 ആണ് അല്ലേ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പൊ നമുക്ക് പിക്ക് 2 കൊടുത്തു നോക്കാം. 2 raised to 2 minus 1. ഇനി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 സ്ക്വയർ അല്ലേ. 2 raised to 2 minus 1. ഓക്കെ, അപ്പൊ 2 raised to 2 minus 1 എന്ന് പറഞ്ഞാൽ 2 raised to 1 വരും എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഇനി ബ്രാക്കറ്റിനകത്ത് 2 raised to 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 4 minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പൊ 2 into 3 6. കണ്ടോ? അപ്പോ ആദ്യത്തെ അനഘസംഖ്യ 6 ആണ്. ആദ്യത്തെ അനഘസംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമുക്ക് അടുത്ത വാല്യൂ കൊടുത്തു നോക്കാം.
ഇപ്പോ പിക്ക് നമ്മൾ ആദ്യം കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? പിക്ക് ആദ്യം കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇനി പിയുടെ അടുത്ത വാല്യൂ എത്രയാണ്? അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 3 ആണ് അല്ലെ. അപ്പൊ 3 കൊടുത്തു നോക്കാം. 2 raised to 3 minus 1 into 2 raised to 3 minus 1. ഈ -1 താഴെ ഇവിടെയാ 2ന്റെ നേരെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 3 minus 1 എത്ര കിട്ടും? 2 raised to 3 minus 1 എത്ര കിട്ടും? 2 square അല്ലേ. 2 square into 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 minus 1. അപ്പോൾ 2 square എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 into 8 minus 1 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 28. അപ്പൊ രണ്ടാമത്തെ അനകസംഖ്യ എത്രയാണ്? 28 ആണ്. അപ്പൊ ആദ്യത്തെ അനകസംഖ്യ 6 ആണ്. രണ്ടാമത്തെ അനകസംഖ്യ 28 ആണ്. മൂന്നാമത്തെ അനകസംഖ്യ എന്ന് പറയുന്നത് 496 ആണ്. 496 ആണ്. നാലാമത്തെ അനകസംഖ്യ എന്ന് പറയുന്നത് 8128 ആണ്. 8128. അപ്പൊ നിങ്ങൾ ഈ 4 അനകസംഖ്യ കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ 6, 28, 496, 8128, 8128. അപ്പൊ ഈ 4 നമ്പേഴ്സ് അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഞാനിപ്പോ ഈ ഇക്വേഷൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. 2 raised to p minus 1 into 2 raised to p minus 1 where p is prime number. ഓക്കെ. അപ്പൊ ഇതാണ് അനകസംഖ്യ അഥവാ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് നമ്പർ. ഇനി അനകസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനകസംഖ്യ അല്ലാത്തതേത്? നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ 6, 28, എയും ബിയും 4 നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ചാടിക്കേറി എയും ബിയും മാർക്ക് ചെയ്യും അല്ലെ. നോക്കൂ, 4 അനകസംഖ്യയല്ല. അപ്പൊ ആൻസർ എന്താണ്? 4 ആണ്. കണ്ടോ, ആൻസർ 4 ആണ്. 6 അനകസംഖ്യയാണ്, 28ഉം അനകസംഖ്യയാണ്. അതുകൊണ്ട് എയും ബിയും എന്നുള്ള ഓപ്ഷനും എന്തായാലും വരില്ല. 4 ആണ് അനകസംഖ്യ അല്ലാത്തത്. ഇനി അനകസംഖ്യ ഏതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ സി ആയിരുന്നു ഓപ്ഷൻ അല്ലെ. അനകസംഖ്യ ഏത് എന്ന് ചോദിച്ചിട്ട് ഇതേ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ശ്രദ്ധിച്ചു നോക്കണം. 6 കയറി ചാടിക്കയറി മാർക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ 28 കയറി മാർക്ക് ചെയ്യരുത്. എയും ബിയും എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ അനകസംഖ്യ അല്ലാത്തത് ഏതെന്നാണ്? ഡി ആണ് ഓപ്ഷൻ. കണ്ടോ, ഡിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ചാടിക്കേറി എയും ബിയും ഒക്കെ മാർക്ക് ചെയ്യും. ഡി ആണ്. ഡി അനകസംഖ്യ അല്ലാത്തത് ഡി ആണ്. ഓക്കെ. അടുത്തത് ഇതും PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അനകസംഖ്യകളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യ ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് അനകസംഖ്യ. ആണല്ലോ. ഞാൻ അനകസംഖ്യയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, 6 ഒരു അനകസംഖ്യ ആണെങ്കിൽ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 6. ഇനി 6നെ ഒഴിവാക്കി ബാക്കിയുള്ള ഫാക്ടേഴ്സിന്റെ തുക എടുത്തപ്പോൾ നമുക്ക് 6 കിട്ടി. അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യ ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് അനകസംഖ്യ. അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ശരിയാണ്. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടിയായാൽ അത്തരം സംഖ്യകളാണ് അനകസംഖ്യകൾ. എന്താ പറയുന്നത്? നമ്മൾ 6 വീണ്ടും എടുത്തു. 6ന്റെ ഘടകങ്ങൾ നോക്കിക്കേ, 1, 2, 3, 6. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക, നമ്മളിവിടെ 6നെ മാറ്റി നിർത്തുന്നില്ല, ഇതിന്റെ മൊത്തത്തില് തുക കണ്ടുപിടിക്കുന്നു. എത്ര വരും? 1 + 2 3, 3 + 3 6, 6 + 6 12. കണ്ടോ, എല്ലാ ഘടകങ്ങളുടെയും കൂടെ തുക എടുത്തപ്പോ അത് ആ സംഖ്യയുടെ ഇരട്ടി അല്ലെ. ഈ 6ന്റെ ഇരട്ടിയല്ലേ 12? 6ന്റെ ഇരട്ടിയല്ലേ 12? ഇരട്ടിയാണ്. സോ അത്തരം സംഖ്യകളാണ് അനകസംഖ്യകൾ. അതും കറക്റ്റ് ആണ്. വേറൊരു രീതിയിൽ തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെ. ഇനി 496 ഒരു അനകസംഖ്യ അല്ല, തെറ്റാണ്. 496 അനകസംഖ്യയാണ്. ഏതൊക്കെയാ നമ്മൾ പഠിച്ച അനകസംഖ്യകൾ? 6, 28, 496, 8128 അല്ലെ. 8128. ഓക്കെ. ഇപ്പൊ 6, 28, 496, 8128. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? 1, 2 പ്രസ്താവനകൾ ശരി, 3 തെറ്റ്. എ ആണോ ശരി വരുന്നത്? കണ്ടോ, 1, 2 പ്രസ്താവനകൾ ശരി, 3 തെറ്റ്. എ ആണ് ആൻസർ വരുന്നത്. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ. ഓക്കെ, എന്താണ് ഫേസ് വാല്യൂ? ഫേസ് വാല്യൂവിന്റെ മലയാളം മുഖവില. മുഖവില എന്താണ്?
അതുപോലെ പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ഥാനവില എന്താണ്. ഞാൻ 396 396 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതി. ഇതിൽ നമുക്കറിയാം, നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്, 6 എന്ന് പറഞ്ഞാൽ വൺസിൻ്റെ പ്ലേസ് ആണ്, 9 എന്ന് പറഞ്ഞാൽ ടെൻസിൻ്റെ പ്ലേസ് ആണ്, 3 എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ആണ്, അല്ലേ? കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. സോ ഇവരുടെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ നോക്കുക, ഇവരെ കാണാൻ എങ്ങനെയാണോ അത് തന്നെയാണ് ഇവരുടെ വില, അല്ലേ? ഫേസ് വാല്യൂ 6ന്റെ ഫേസ് വാല്യൂ, 6നെ കാണാൻ 6 പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്, 6 തന്നെയാണ് ഫേസ് വാല്യൂ. 9ന്റെ ഫേസ് വാല്യൂ 9 തന്നെയാണ്. 3യുടെ ഫേസ് വാല്യൂ 3 തന്നെയാണ്. അവരെ കാണുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? ആ നമ്പറായിട്ട് തന്നെ, അത് എവിടെയോ കിടക്കട്ടെ, ഏത് പ്ലേസിലോ കിടക്കട്ടെ, ഏത് സ്ഥാനത്തോ കിടക്കട്ടെ, അവരെ കാണുമ്പോൾ 3 ഇപ്പോൾ 1000ന്റെ പ്ലേസിൽ കിടന്നാലും എവിടെ കിടന്നാലും 3 നമ്മൾ 3 എന്ന് പറഞ്ഞല്ലേ കാണുന്നത്. അവനെ കാണുമ്പോൾ അവൻ എന്താണ്? 3 ആണ്. ഷേപ്പ് എന്താണ്? 3 ആണ്. സോ അതാണ് ഫേസ് വാല്യൂ. ഓക്കെ, ഫേസ്, അവന്റെ മുഖം നോക്കുക, അവനെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന വാല്യൂ ഫേസ് വാല്യൂ, മുഖവില. ഓക്കെ, ഇനി സ്ഥാനവില ആ വേർഡിൽ തന്നെ ഉണ്ട്. അവൻ ഏത് സ്ഥാനത്ത് കിടക്കുന്നു അതുകൊണ്ട് അവന് കിട്ടുന്ന വില. 6 വൺസിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്. സോ സ്ഥാനവില എന്ന് പറയുന്നത് 6ന്റെ സ്ഥാനവില 6 ആണ്, വൺസിന്റെ പ്ലേസിലാണ്. 9 ഹൺഡ്രഡ്സിന്റെ പ്ലേസ് 9 ടെൻസിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പൊ ആ പ്ലേസിൽ കിടക്കുന്നതുകൊണ്ട് അവന്റെ വാല്യൂ 90 ആണ്. ടെൻസിന്റെ ഇതും കൂടെ കയറി വരും, അല്ലെ? ഇനി 3 ഹൺഡ്രഡ്സിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് അതിന്റെ സ്ഥാനവില 300 ആണ്. ഇത് പ്ലേസ് വാല്യൂ അഥവാ എന്താണ്? സ്ഥാനവില. ഓക്കെ, അവൻ ഏത് സ്ഥാനത്താണ് കിടക്കുന്നത് അതുകൊണ്ട് അവന് കിട്ടുന്ന വാല്യൂ. 6 വൺസിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്, 6 വൺസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 9 ടെൻസിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്, 9 ടെൻസ് എന്ന് പറഞ്ഞാൽ 90 ആണ്. ഇനി 3 ഹൺഡ്രഡ്സിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്. സോ 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ 300 ആണ്. ഓക്കെ, അവൻ ആ സ്ഥാനം കൊണ്ട് കിട്ടുന്ന വാല്യൂ, അതാണ് സ്ഥാനവില. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനെ കാണുമ്പോൾ നമുക്ക് എന്താണോ വാല്യൂ തോന്നുന്നത്, ഒരു നമ്പർ അത് എവിടെ പോയണോ കിടക്കട്ടെ, റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് പ്ലേസ്, അല്ലെ? അവൻ ഏത് സ്ഥാനത്തോ കിടക്കട്ടെ, അവനെ കാണുമ്പോൾ ഉള്ള വാല്യൂ ആണ്. അവന്റെ നോക്കുമ്പോൾ, അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, മുഖവില അത് തന്നെ, മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വാല്യൂ, അതാണ് മുഖവില. ഇനി അതിന് സ്ഥാനം കൊണ്ട് കിട്ടുന്ന വിലയാണ്. അത് 3 ഇവിടെ ഇപ്പോ 3 ഹൺഡ്രഡ്സിൽ കിടക്കുന്നത് കൊണ്ട് 300 ആയി. 3 ടെൻസിൽ കിടന്നിരുന്നെങ്കിൽ 30 ആയേനെ. 3 വൺസിൽ കിടന്നിരുന്നെങ്കിൽ 3 ആയേനെ. 3 1000ൽ കിടന്നിരുന്നെങ്കിൽ 3000 ആയേനെ. മനസ്സിലായോ? നമുക്ക് വേറൊരു നമ്പർ എഴുതി നോക്കാം. 4128. ഓക്കെ, 4128. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ എഴുതുമ്പോൾ ഇതിൽ നമുക്ക് നോക്കാം ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ആ കാണുന്ന വാല്യൂ തന്നെയാണ്, അല്ലെ? അപ്പൊ 4ന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 4 തന്നെയാണ്. അത് ഇനി ഏത് സ്ഥാനത്തിലായിക്കോട്ടെ 4 തന്നെയാണ്. 1ന്റെ ഫേസ് വാല്യൂ 1 തന്നെയാണ്. 2ന്റെ ഫേസ് വാല്യൂ 2 ആണ്. 8ന്റെ ഫേസ് വാല്യൂ 8 ആണ്. ഇനി പ്ലേസ് വാല്യൂ. ഓക്കെ, പ്ലേസ് വാല്യൂ 4ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 4000 ആണ്, അല്ലെ? 4000 ആണ്. ഇനി ഇതിനെ എനിക്ക് വേറൊരു രീതിയിലും എഴുതാം. എങ്ങനെ എഴുതാം? 4 × 10 ക്യൂബ് എന്ന് എഴുതിക്കൂടെ? 10 ക്യൂബ് എന്ന് പറയുന്നതാണ് 1000. സോ 4 × 10 ക്യൂബ് 10ന്റെ പവർ ആയിട്ട്, അല്ലെ? 10ന്റെ പവർ ആയിട്ട് എനിക്ക് എഴുതാം. ഇനി 1ന്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1ന്റെ പ്ലേസ് വാല്യൂ 1 എവിടെ? നമുക്കിവിടെ സ്ഥാനം ഞാനൊന്ന് എഴുതാം. 1's പ്ലേസ്, 10's പ്ലേസ്, 100's പ്ലേസ്, 1000's പ്ലേസ്, അല്ലെ? 1000's പ്ലേസ്. അപ്പോൾ 1 കിടക്കുന്നത് 100ന്റെ പ്ലേസിലാണ്. അതുകൊണ്ട് 1ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. 1 × 100 തന്നെയാണ്. അതിന് എനിക്ക് 10 സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 × 10 സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി 2 കിടക്കുന്നത് എവിടെയാണ്? 2 കിടക്കുന്നത് 10ന്റെ പ്ലേസിലാണ്. അതുകൊണ്ട് 2ന്റെ പ്ലേസ് വാല്യൂ 20 ആണ്. 20 എനിക്ക് എങ്ങനെ എഴുതാം? വേണമെങ്കിൽ 2 × 10⁻1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി 8 കിടക്കുന്നത് 1's പ്ലേസിലാണ്. 8ന്റെ പ്ലേസ് വാല്യൂ 8 തന്നെയാണ്.
അപ്പോൾ എനിക്ക് ഇതിനെ വേണമെങ്കിൽ 8 into 10 raised to 0 എന്ന് എഴുതാം. 10 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? നമ്മൾ ഇനി എക്സ്പോണൻസ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കും ഏതൊരു നമ്പറിന്റെയും റൈസ് ടു 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആണ്. സോ 10 raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 8 into 1 8 തന്നെയാണ്. അപ്പോൾ 10ന്റെ പവേഴ്സിൽ നമുക്ക് ഇതിനെ എഴുതാം. ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതി കാണിക്കാം. നമുക്ക് ഈ നമ്പറിനെ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4128നെ നമുക്ക് ഈ പവേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? 10ന്റെ പവേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ 4 into 10 cube പ്ലസ് 1 into 10 square പ്ലസ് 2 into 10 raised to 1 പ്ലസ് 8 into 10 raised to 0. അപ്പം ഇങ്ങനെ എഴുതാം അല്ലേ? ഈ നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇങ്ങനെ എഴുതാം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇങ്ങനെ ചോദിക്കും ഈ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ ശരിക്കും ഇവിടുന്ന് ചോദിക്കുന്ന ചില ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കുക. അതായത് ഈ ഒരു നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കൂടുതലും ഈ പോയിന്റ് ഒക്കെ വരുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പോയിന്റ് ഒക്കെ വരുന്നത് ഇപ്പൊ ഞാൻ പറയാം 4128 അല്ലെ? 4128.64 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയാം. ഈ 0.6 അതായത് പോയിന്റ് കഴിഞ്ഞ് വരുന്നവനെ 1/10ന്റെ ടേംസിൽ എഴുതണം. അതായത് 6 into 1/10. ഓക്കെ, അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ആദ്യം വരുന്ന ആൾ 6 into 1/10. അതാണ് ഈ 6ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 6 into 1/10 ആണ്. അതുപോലെ 4 ഇവിടെ ഈ 4 ഇല്ലേ? ഈ 4ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 4 into 1/100 ആണ്. ഓക്കെ, 4 into അത് പോയിന്റ് കഴിഞ്ഞ് വരുന്നവർക്ക് 1/, എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. 6 into 1/10, 4 into 1/100. ഈ 6 into 1/10നെ എനിക്ക് എങ്ങനെ എഴുതാം? 6 into 10 raised to -1. ഈ 10നെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ 10 raised to -1. അതുപോലെ 4നെ അതുപോലെ എങ്ങനെ എഴുതാം? 4 into 10 raised to -2. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പൊ ഞാൻ വേറൊരു നമ്പർ ഇതുപോലെ എഴുതാൻ നോക്കുകയാണ്, എഴുതി കാണിക്കുകയാണ്. ഒരു പോയിന്റ് ഒക്കെ വരുന്ന ഒരു നമ്പർ നമുക്ക് ഇതുപോലെ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഓക്കെ, $2567.83. ഇവിടെ ഒരു നമ്പറും കൂടെ കൊടുക്കുക 831. അപ്പം ഇവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം 10ന്റെ പ്ലേസ് ആണ്, 1000ന്റെ പ്ലേസ് ആണ്, ഇത് 100ന്റെ ആണ്, ഇത് 10ന്റെ ആണ്, ഇത് 1ന്റെ ആണ്. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എഴുതുന്നത് 1's പ്ലേസ് 10's പ്ലേസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഇതൊക്കെ. 1's പ്ലേസ് 10's പ്ലേസ് 100's പ്ലേസ് 1000's പ്ലേസ്. ഇത് 1/10, ഇത് 1/100, ഇത് 1/1000. ഇനി ഇത് പ്ലേസ് വാല്യൂ ആണ് കേട്ടോ. ഈ പോയിന്റ് വരുന്നതിന് നമുക്ക് ഫേസ് വാല്യൂ ഇല്ല. ഫേസ് വാല്യൂ എല്ലാത്തിനും അത് ആ നമ്പർ എത്രയാണോ അത് തന്നെയാണ് അതിന്റെ ഫേസ് വാല്യൂ. പോയിന്റ് കഴിഞ്ഞ് വരുന്നതിന് പോയിന്റ് മുന്നേ വരുന്നതിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ആ നമ്പറിനെ കാണുന്ന എന്താണോ അത് തന്നെയാണ് ഫേസ് വാല്യൂ. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ചോദിക്കുന്നത്. 2 into 10, ഇത് 10ന്റെ പ്ലേസ് അല്ലേ, 1000ന്റെ പ്ലേസ് അല്ലേ, 2 into 10 raised to 3 പ്ലസ് 5 into 10 square അല്ലെ, പ്ലസ് 6 into 10 അല്ലെങ്കിൽ 10 raised to 1 എന്ന് വേണമെങ്കിലും എഴുതാം, പ്ലസ് 7 into 10 raised to 0 പ്ലസ് 8 into പ്ലസ് ആണ് 8 into 10 raised to -1 പ്ലസ് 3 into 10 raised to -2 പ്ലസ് 1 into 10 raised to -3. അപ്പൊ ഈ മൈനസ് വരുന്നതൊക്കെ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ വരുന്നതാണ്. മൈനസ് വരുന്നത് പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ടേംസ് ആണ്. ഓക്കെ, പ്ലസ് വരുന്നതെല്ലാം പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, ഇത് ഓർത്തിരിക്കുക. ഇതാണ് ഈ ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂയിൽ വരുന്ന ഒരു പ്രധാന ഒരു ടൈപ്പ് ഒരു നമ്പർ തന്നിട്ട് ഇതിനെ എങ്ങനെ ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം 4 ഓപ്ഷൻ തന്നിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാമെന്ന്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കിയേ, ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ
26,958 9ന്റെ സ്ഥാനവില. ഇവിടെ 9 എവിടെയാ കിടക്കുന്നത്? 9 26,958. അപ്പം 1s പ്ലേസ്, 10s പ്ലേസ്, 100s പ്ലേസിലാണ് 9 കിടക്കുന്നത് അല്ലെ. അപ്പൊ 9ന്റെ സ്ഥാനവില എത്രയാണ്? 900 ആണ്. ഓക്കെ, ഇനി നോക്കിയേ, 26,958 6ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? 6 എവിടെയാ കിടക്കുന്നത്? 6 1000ന്റെ പ്ലേസിലാണ് കിടക്കുന്നത്. അപ്പൊ 6ന്റെ സ്ഥാനവില ഏത്? സ്ഥാനവില അല്ലെ. 6ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 6 × 1000 അല്ലേ, 6000. ഇനി 6ന്റെ മുഖവില 6 തന്നെയാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 മൈനസ് 6 എത്രയാ? 5994. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. 5994. അപ്പോൾ ഒരു നമ്പർ തരും, അതിലേതെങ്കിലും ഒരു നമ്പറിനെ പിക്ക് ചെയ്തിട്ട് ഒരു വലിയൊരു നമ്പർ തരും, അതിലേതെങ്കിലും ഒരു ഡിജിറ്റിനെ പിക്ക് ചെയ്തിട്ട് അതിന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിക്കും. അപ്പോൾ സ്ഥാനവില നോക്കുക, അത് ഏത് പ്ലേസിൽ കിടക്കുന്നതെന്ന് നോക്കുക, അതനുസരിച്ച് സ്ഥാനവില എഴുതുക, മുഖവില അതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, നോക്കിയേ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 3125 100ന്റെ സ്ഥാനത്തെ അക്കം ഏതാണ്? 100ന്റെ സ്ഥാനത്ത് വരുന്ന അക്കം ഏതാണ്? അക്കമാണ്, ഡിജിറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 100ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 1 ആണ്. 1 ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഒരു 10th ലെവൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ബേസ് ആണ്, ബേസിക് കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഘടകങ്ങളുടെ എണ്ണമാണ്. ഘടകങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഞാൻ നോക്കട്ടെ, ഈ 50ന്റെ ഘടകങ്ങൾ നമുക്ക് ഇപ്പം 50 എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ നമ്പറാണ്, നമുക്ക് ഘടകങ്ങൾ അല്ലാതെ തന്നെ എഴുതാം. 1, 2, 3 ഘടകമാണോ? അല്ല. 4 ആണോ? അല്ല. 5 ഘടകമാണ് അല്ലേ. ഇനി പിന്നെ ഏത് വരും? 10 വരും, 25 വരും, 50. കണ്ടോ? അപ്പൊ 50ന്റെ ഘടകങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ നോക്കി പറയാം. 1, 2, 5, 10, 25 and 50. എത്ര ഘടകമുണ്ട്? 6 അല്ലേ. 6 ഘടകമുണ്ട്. പക്ഷേ ഒരു വലിയ നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഘടകം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പെറുക്കി എടുത്ത് എണ്ണിക്കൊണ്ടിരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. ഒരു വലിയ നമ്പർ തന്നിട്ട് അതിന്റെ ഫാക്ടേഴ്സ് ചോദിച്ചാൽ നമുക്കറിയാം, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ്, ഈ നമ്പറിനെ എത്ര നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 50നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ചെയ്യാം, 5 കൊണ്ട്, 10 കൊണ്ട്, 25 കൊണ്ട്, 50 കൊണ്ട് ഒക്കെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഒരു ഷോർട്ട് കട്ട് എന്താണ്? ഈ 50ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ചോദിച്ചാൽ നമ്മൾ 50നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കാണും, LCM, HCF ഒക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ പറയും പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 25 വരും. ഇനി 25ൽ 2ഉം 3ഉം ഒന്നും പോവില്ല, 5 വെച്ച് പോകും, 5 അല്ലേ. അപ്പൊ വീണ്ടും 5 വെച്ച് ചെയ്തു. 1 വരുന്നത് വരെ ചെയ്യണം അല്ലെ. അവസാനം 1 വരുന്നത് വരെ ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരിക. സോ 2, 5, 5 അല്ലെ. അപ്പൊ ഈ ഫാക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2^1, 2 ഒരെണ്ണേ ഉള്ളൂ, 2^1 ഇൻറ്റു 5^2 ആണ് അല്ലേ. 2 5 ഉണ്ട്, ഒരു 2 ഉണ്ട്, പിന്നെ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, 1 × 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സോ 2^1 ഇൻറ്റു 5² അല്ലെ, 5^2 ആണ് 50 എന്ന് പറയുന്നത്. അപ്പൊ 2ന്റെ പവർ 1 ആണ്, 5ന്റെ പവർ 2 ആണ്, ആണല്ലോ. ഇനി ഇതിന്റെ പവേഴ്സിന്റെ കൂടെ 1 കൂട്ടുക. പവേഴ്സിന്റെ, അതായത് ഈ പ്രൈം നമ്പേഴ്സിന്റെ പവേഴ്സിന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ 2ന്റെ പവറിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്രയായി? 2 + 1 ആണല്ലോ. ഓക്കെ, ഇനി 5ന്റെ പവർ എന്ന് പറഞ്ഞാൽ 2 ആണ്, അതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 2 + 1. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. കണ്ടോ? ഇത് കിട്ടിയില്ലേ? 6 കിട്ടിയില്ലേ? എന്താ ചെയ്തത്?
നമ്മൾ ആദ്യം 50യെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പം നമുക്ക് പ്രൈം നമ്പേഴ്സിൽ കിട്ടി. എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 2 ഒരു പ്രാവശ്യം, 5 2 പ്രാവശ്യം. അപ്പം 2ന്റെ പവർ 1 ആണ്, 5ന്റെ പവർ 2 ആണ്. അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ പവേഴ്സിൽ നമ്മൾ ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ പവേഴ്സിനെ ഒന്ന് കൂട്ടുക, എല്ലാ പവേഴ്സിനോടും ഒന്ന് കൂട്ടുക. 2ന്റെ പവർ 1 ആണ്, 1നോട് 1 കൂട്ടി. 5ന്റെ പവർ 2 ആണ്, 2നോട് 1 കൂട്ടി. ഇനി ആ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 + 1 2, 2 + 1 3, 2 × 3 6. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഘടകങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ എണ്ണം. ഒരു നമ്പർ തന്നിട്ട് അതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം, നമുക്ക് വലിയ നമ്പറൊക്കെ ആണെങ്കിൽ ഇതുപോലെ എണ്ണി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. നോക്കൂ, 300ന്റെ ഘടകങ്ങളുടെ എണ്ണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 300നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലെ. ആദ്യം നമ്മൾ 2 കൊണ്ട് ചെയ്തു, 150 കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്തു, 75 കിട്ടി. ഇനി 3 കൊണ്ട് ചെയ്യുന്നു, എത്ര കിട്ടും? 25 കിട്ടും അല്ലെ. 3 കൊണ്ട് ചെയ്യുമ്പോൾ 25 കിട്ടും. ഇനി 3 കൊണ്ട് പറ്റുമോ? ഇല്ല. 5 കൊണ്ട് 5, again 5, 1. ഓക്കെ. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5 സ്ക്വയർ. ഓക്കെ. 3യുടേത് ഇവിടെ പവർ 1. അപ്പോൾ 2ന്റെ പവർ 2 ആണ്. അപ്പോൾ 2 + 1 ഇൻറ്റു 3യുടേത് 1 ആണ്, 1 + 1 ഇൻറ്റു 5ൻ്റെത് 2 ആണ്, 2 + 1. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 1 3 ഇൻറ്റു 1 + 1 2 ഇൻറ്റു 2 + 1 3. 3 × 2 6, 6 × 3 18. 18 ആണ് നമ്മുടെ ആൻസർ. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, എന്നിട്ട് പ്രൈം നമ്പേഴ്സിന്റെ പവർ ആയിട്ട് ആ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുക. അതിനുശേഷം ആ പവറിനോട് 1 കൂട്ടുക, എന്നിട്ട് ആ കൂട്ടി കിട്ടുന്നതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നമ്പർ ലൈൻ, സംഖ്യാരേഖ അല്ലെ. നമ്പർ ലൈൻ, സംഖ്യാരേഖയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ 1 2 3 4 എന്ന് പറയുന്നത് എന്താണ്? ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ്. അവന്റെ കൂടെ 0യും കൂടെ വന്നപ്പോ ആരായി? ഹോൾ നമ്പേഴ്സ് ആയി. ഹോൾ നമ്പേഴ്സ് ആയി അല്ലെ. ആദ്യം 1 മുതൽ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 0യും കൂടെ വന്നപ്പോൾ ഹോൾ നമ്പേഴ്സ് ആയി. ഇനി നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുമ്പോൾ ഇവരെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഇൻഡിജേഴ്സ് എന്നാണ്. എന്താണ്? ഇൻഡിജേഴ്സ്, പൂർണ്ണസംഖ്യകൾ. മലയാളത്തിൽ എന്താണ്? പൂർണ്ണസംഖ്യകൾ. അപ്പൊ നമ്മൾ ഒരു സംഖ്യാരേഖയിൽ, നമ്പർ ലൈനിൽ ഇൻഡിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പ്ലേസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. 0 നടുക്കുണ്ട് അല്ലെ. 0യുടെ റൈറ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ്. 1 2 3 അങ്ങനെ പോകും. 0യുടെ ലെഫ്റ്റ് സൈഡിൽ -1 -2 -3 ഇങ്ങനെ പോകും. അപ്പൊ ഈ ആരോ കാണിക്കുന്ന എന്താണ്? ഈ ആരോ കാണിക്കുന്നത് ഇങ്ങോട്ട് നമ്പേഴ്സ് പോകുന്നു എന്നാണ്. ഇങ്ങോട്ട് നമ്പേഴ്സ് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഇങ്ങോട്ട് നമ്പേഴ്സ് പൊക്കോണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ടും. ഇത് നിൽക്കുന്നില്ല, ഇത് 2 സൈഡിലോട്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ. 2 സൈഡിലോട്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ നടുക്ക് 0 അപ്പോ 0യുടെ റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. പോസിറ്റീവ് നമ്പേഴ്സ് അഥവാ അതിസംഖ്യ. അതിസംഖ്യ. ഓക്കെ. 0ക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സിനെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. നെഗറ്റീവ് നമ്പേഴ്സിന്റെ മറ്റൊരു പേരാണ് ന്യൂനസംഖ്യ. എന്താണ്? ന്യൂനസംഖ്യ. അപ്പോൾ 0ക്ക് റൈറ്റ് സൈഡിൽ വരുന്നവരെ പോസിറ്റീവ് നമ്പർ അഥവാ അതിസംഖ്യ എന്ന് വിളിക്കും. 0ക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നവരെ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യ എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? നടുക്ക് 0. 0 പോസിറ്റീവോ നെഗറ്റീവോ അല്ല. 0 പോസിറ്റീവോ നെഗറ്റീവോ അല്ല. 0 നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ഇതുപോലെ നമ്മൾ വേറൊരു നമ്പർ പറഞ്ഞായിരുന്നല്ലോ. 1 ഭാജ്യമോ അഭാജ്യമോ അല്ല. 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്.
അതുപോലെ സീറോ നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. സീറോ പോസിറ്റീവോ നെഗറ്റീവോ അല്ല. സീറോയുടെ റൈറ്റ് സൈഡിലോട്ടുള്ള നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, അതിസംഖ്യകളാണ്. സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സിനെ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകളെന്ന് വിളിക്കും. ഇനി ഈ നമ്പർ ലൈൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ വാല്യൂ കൂടുന്നു. നമ്പർ ലൈൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ വാല്യൂ കൂടും. ഓക്കെ, മനസ്സിലായോ? നമ്പർ ലൈൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ്? വാല്യൂ കൂടുന്നു. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഈ നമ്പർ ലൈൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് വരുന്ന പ്രോബ്ലംസ് ഞാൻ കാണിച്ചു തരാം. സംഖ്യാരേഖയിൽ -12 മുതൽ 21 വരെയുള്ള അകലം എത്ര? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകലം ചോദിച്ചാൽ ഈ നമുക്കറിയാം ഒരു -12 ആണ് ചെറുത്, 21 വലുതാണ്. അപ്പോൾ വലുത് മൈനസ് ചെറുത് ചെയ്യണം, വലുത് -12 ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൈനസ് വന്നാൽ അത് പ്ലസ് ആവും. 21 + 12 വരും, 33 വരും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ലൈൻ മൈൻഡിൽ കാണുക. ഓക്കെ, മിഡിലായിട്ട് ആരുണ്ട്? 0 ഉണ്ട്. ഇങ്ങോട്ട് 1 2 3 ഇങ്ങോട്ട് പോകുന്തോറും വാല്യൂ കൂടും. ഇവിടെ -1 -2 അല്ലേ, -3 ഇങ്ങനെയുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എവിടെയോ ഒരിടത്ത് -12 ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരിടത്ത് 21 ഉണ്ട്. ഓക്കെ, 21 പോസിറ്റീവ് നമ്പർ ആണ്, 12 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, -12 ആണ്, ന്യൂനസംഖ്യയാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ -12 നിന്ന് 0 വരെ എത്താൻ 12 ചാട്ടമുണ്ട് അല്ലേ. -12 നിന്ന് 0 വരെ എത്താൻ 12 ചാട്ടമുണ്ട്. ഇനി 0യിൽ നിന്ന് 21 വരെ എത്താൻ 21 ചാട്ടമുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ചാട്ടം ചാടിയാലാണ് -12 നിന്ന് 21 വരെ എത്തുന്നത്? 12 + 21, അതായത് 33. മനസ്സിലായോ? അപ്പൊ നമുക്കിങ്ങനെ ഈ നമ്പേഴ്സ് ഈ സൈന് മാറിപ്പോകുമെന്നുള്ളവർക്ക് ഇങ്ങനെ ഓർത്തു വെക്കാം. നമ്പർ ലൈൻ മനസ്സിൽ കാണുക. അപ്പൊ മൈനസ് നമ്പർ എവിടെ വരുമെന്ന് അറിയാം, സീറോയുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ -12 കിടപ്പുണ്ട്, റൈറ്റ് സൈഡിൽ 21 കിടപ്പുണ്ട്. അപ്പൊ -12 നിന്ന് 0 വരെ എത്താൻ ഒരു 12 ചാട്ടം ജമ്പ് ചെയ്ത് വരണം. ഇനി 0 നിന്ന് 21 എത്തണമെങ്കിൽ എഗെയിൻ ഒരു 21 ജമ്പിങ് ഉണ്ട്. അപ്പോൾ 12 + 21. അപ്പൊ രണ്ടും സീറോയുടെ 2 സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ അവരെ തമ്മിൽ ആഡ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ 0യിൽ വരെ എത്തണം അല്ലേ. കോമൺ ജംഗ്ഷൻ എന്ന് പറയുന്നത് ആരാ? 0യാ. 0യിൽ വന്നിട്ട് വേണം ഇങ്ങോട്ട് പോവാൻ. അപ്പൊ മനസ്സിലായല്ലോ. ആ നമ്പർ ലൈൻ മൈൻഡിൽ വിചാരിച്ചാൽ മതി. ഈ സൈൻ തെറ്റിപ്പോകുമെന്നുള്ളവര്, അല്ലാത്തവര് കറക്റ്റായിട്ട് സൈൻ ഇട്ട് ചെയ്യാൻ പറ്റുന്നവര് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തൊരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, സംഖ്യാരേഖയിൽ 20 മുതൽ 90 വരെയുള്ള അകലം എത്ര? 20 മുതൽ 90 വരെ. അപ്പൊ ഇത് നമുക്ക് ഒന്നും ഈസിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 0 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ വന്ന് എവിടെയോ ഒരിടത്ത് 20 ഉണ്ട്, കുറെ ഇങ്ങോട്ട് വന്നപ്പോൾ 90 ഉണ്ട്. രണ്ടും 0യ്ക്ക് റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള അകലമാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിഫറൻസ് ആണ്, 70 ആണ്, +70 ആണ്. എപ്പോഴും ഈ അകലം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, നെഗറ്റീവ് വാല്യൂ വരത്തില്ല. ഡിസ്റ്റൻസ് എപ്പോഴും അത് പോസിറ്റീവ് വാല്യൂ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ 20ഉം 90ഉം ആണ്, രണ്ട് പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ രണ്ടും 0യുടെ വലതുഭാഗത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ അവരുടെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഈ 20 നിന്ന് 90 വരെ എത്തണമെങ്കിൽ എത്ര പോണം? അപ്പൊ 20 നിന്ന് 21 22 അങ്ങനെ എത്ര പോണം? 70 ജമ്പിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്പർ ലൈൻ മൈൻഡിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. നമ്മൾ ഈ നമ്പർ ലൈൻ പഠിക്കുമ്പോൾ വേറെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 0 ഞാൻ പറഞ്ഞു നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ആണ്. അതുപോലെ ഈ സൈഡ് ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ വാല്യൂ കൂടി വരും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ ഏതാണ്? നെഗറ്റീവ് നമ്പർ, ലാർജസ്റ്റ് നെഗറ്റീവ് നമ്പർ എത്രയാണ്? ലാർജസ്റ്റ് നെഗറ്റീവ് നമ്പർ ഏതാണ്? -1 ആണ്. കണ്ടോ, -1 -2 -1നേക്കാളും ചെറുതാണ്, -3 -2നേക്കാളും -1നേക്കാളും ചെറുതാണ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകുന്തോറും വാല്യൂ കുറയും.
അപ്പോൾ ഏറ്റവും വലിയ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ആരാണ്? -1 ആണ്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ പാർട്ട് 3 ഇത്രയും പോർഷൻസ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇനിയും കാണാനുണ്ട്. ഇനി HCF, LCM അത് കണ്ടുപിടിക്കുന്നത്, പിന്നെ ഒരു നമ്പറിൻ്റെ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും സമ്മും തന്നു കഴിഞ്ഞാൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള നോർമൽ ബേസിക് പ്രോബ്ലംസ് കുറച്ച് കവർ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിവിസിബിലിറ്റി റൂളുണ്ട്, യൂണിറ്റ് ഡിജിറ്റ് ഉണ്ട്. ഇതൊക്കെ ഈ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൽ വരുന്ന മെയിൻ പാർട്ടുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ എന്താ പറയുക, ഹാൻഡ് ഷേക്കിങ്, പിന്നെ അതുപോലെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, നമ്മൾ കാർഡ്സ് കൊടുക്കുന്നത്, അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അതുപോലെ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം ഇത്ര വന്നു എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലം, ഇതെല്ലാം ഈ നമ്പേഴ്സിനകത്ത് വരുന്നതാണ്. സോ ഇതിൻ്റെ സബ് ഡിവിഷനാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. എല്ലാം കൂടി ഒരുമിച്ച് നോക്കാൻ പറ്റത്തില്ല, കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അത്രയും ലെങ്തി ആയി പോവും. നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ അതെല്ലാം ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കരിയർ കാൽക്കുലസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം. കാര്യം ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ID വെരിഫിക്കേഷൻ നടക്കുന്ന കാരണം. ഇപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അവിടെ ജസ്റ്റ് ജോയിൻ ചെയ്ത് ഇരുന്നാൽ മതി. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ ഷെയർ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്യുന്നതേ ഉള്ളൂ, അതിൻ്റെ ഒരു ഡിലേ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വേഴ്സ് നോക്കി, അതുപോലെ 0 നാച്ചുറൽ നമ്പറും ആകുമ്പോൾ ഹോൾ നമ്പർ ആവും. പിന്നെ അതുപോലെ നെഗറ്റീവ്, പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പറും കൂടെ ചേരുമ്പോൾ ഇൻറ്റീജർ ആവും. ഇത്രയും നമ്മൾ നോക്കി. ഇനി ഈ ഫ്രാക്ഷൻ്റെ ഭാഗം ഞാൻ സെപ്പറേറ്റ് എടുക്കും. ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ സിലബസിൽ നോക്കിയാൽ അറിയാം, 2ാമത്തെ ടോപ്പിക് അതാണ്. അപ്പോൾ ആ ഭാഗം എത്തുമ്പോൾ ഇത് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൽ ഇത്രയാണ് നോക്കുന്നത്. ഈ ഫ്രാക്ഷൻ്റെ ഭാഗം 2nd ടോപ്പിക്കിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, നന്ദി.